ഏത് പ്രവർത്തനത്തിലാണ് ഇവർക്ക് വിശ്വാസ്യതയുള്ളത്? നാഷണൽ ഹൈവേ വേണ്ട എന്ന് പറഞ്ഞല്ലോ, നാഷണൽ ഹൈവേ ആയല്ലോ. കൂടംകുളത്ത് നിന്ന് വൈദ്യുതി വേണ്ട എന്ന് പറഞ്ഞല്ലോ, അത് ആയല്ലോ. ഗയൽ പദ്ധതി വേണ്ട എന്ന് ഇവർ പറഞ്ഞല്ലോ, അതായല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട വിഴിഞ്ഞം പോർട്ട് ഞങ്ങൾ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വിമോചന സമരത്തിന്റെ രീതിയിൽ ഞങ്ങൾ കലാപം നടത്തിയല്ലോ. നടത്തുന്നവർ പറയുകയും ചെയ്തു, കലാപം നടത്തുകയും ചെയ്തു. എന്നിട്ട് അത് പൊളിഞ്ഞു പോയോ? കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടേക്ക് വെച്ച ഒരു പരിപാടി ഞങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ വയനാട് തുരങ്കം, ഇരട്ട തുരങ്കം പറ്റില്ല പറഞ്ഞല്ലോ. പറ്റുമെന്ന് പറഞ്ഞു ഇടതുപക്ഷ ആയല്ലോ, ആയിക്കൊണ്ടിരിക്കില്ല. 2134 കോടി രൂപയാണ് കിഫ്ബി വഴി ചെലവാക്കിയത്. ഇത്ര ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്തിനാണ് SDP യുടെ വോട്ട് നിങ്ങൾക്ക്? അല്ല, ഞങ്ങൾ ഒരാളുടെ വോട്ട് ആരോടും പ്രത്യേകമായിട്ട് ചോദിച്ചിട്ടില്ല, വാങ്ങുന്നില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന് VD സതീശൻ പറയട്ടെ. അത് പറഞ്ഞിട്ട് അതിനപ്പുറം പറഞ്ഞാൽ മതി. പക്ഷേ നോക്കൂ, മത കോൺഗ്രസിൽ പാർട്ടിയിൽ എടുത്ത തീരുമാനം ഈ രണ്ടു സംഘടനകളും ജമാഅത്തെ ഇസ്ലാമിയും SDP-യെയും എക്സ്ട്രീമിസ്റ്റ് ആണ് എന്നാണ്. അല്ലല്ല, ഒന്ന് വർഗീയവാദിയാണ്, മറ്റൊന്ന് ഈ പറയുന്ന പോലെ തീവ്രവാദ നിലപാട് സ്വീകരിക്കുന്നവരാണ്. അങ്ങനെ രണ്ടാഴ്ച അവരുടെ വോട്ട് എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? ഞങ്ങൾക്ക് എന്തിനാണ് വോട്ട് എന്ന്? ഞങ്ങൾ അവരുമായിട്ട് ഒരു രാഷ്ട്രീയ മുന്നണിയില്ല. ഇന്ത്യയിലെ ഒരു തരത്തിലുള്ള ഒരു സംഘടനകളുമായിട്ടും LDF-ന് പുറത്ത് ഒരു രാഷ്ട്രീയ മുന്നണി ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല. അല്ല, മാഷ് പറഞ്ഞ ഈ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാഷ് കഴിഞ്ഞ തവണ നമ്മൾ സ്വീകരിച്ച നിലപാടില്ലേ, പാർട്ടി സ്വീകരിച്ച നിലപാട് ഇപ്രാവശ്യം നിലപാട് തമ്മിൽ വ്യത്യാസം. അതായത് SDP-യുടെ അടക്കം ഒരു തീവ്രവാദ സംഘടനയുടെയും വോട്ട് വേണ്ട. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ എന്താ മറുപടി പറയാത്തത്? ജമാഅത്തെ ഇസ്ലാമിയാണല്ലോ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർഗീയവാദ പ്രസ്ഥാനം. ഒരൊറ്റ ദിവസമില്ല, അതാ പറഞ്ഞത്. ഒരു ദിവസം പോലും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം, പ്രത്യേകിച്ച് CPIM ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഒരു രാഷ്ട്രീയ മുന്നണി ഉണ്ടാക്കിയില്ല. ഒരു ദിവസമില്ല. എന്നിട്ട് വേണ്ട 40 കൊല്ലം ഉണ്ടാവാൻ? ശുദ്ധ അസംബന്ധം പറയാണ്, കളവ് പറയാണ്. അതാ പ്രശ്നം. ഞങ്ങൾക്ക് ഇതിന്റെ അകത്ത് ഒന്നും മറച്ചു വെക്കാനില്ല. കഴിഞ്ഞ 40 വർഷക്കാലമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൃത്യമായ നിലപാടാണ് വർഗീയതക്കെതിരായി സ്വീകരിച്ചത്. അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും. ഭൂരിപക്ഷ വർഗീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിനിധിയാണ് നമുക്കെല്ലാം അറിയുന്ന BJP-യും സംഘപരിവാർ വിഭാഗവും. അതേപോലെ തന്നെ ഉള്ള അതിന് കൗണ്ടർ പാർട്ടായിട്ടാണ് ന്യൂനപക്ഷ വർഗീയത, ലോകത്ത് മുഴുവൻ ഇസ്ലാമിക രാഷ്ട്രം വേണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിയായിട്ടും ഈ RSS ഉൾപ്പെടെയുള്ള സംഘപരിവാർ വിഭാഗവുമായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ദിവസം പോലും രാഷ്ട്രീയ ഐക്യമുന്നണി ഉണ്ടാക്കിയില്ല. മറ്റാരുണ്ട് LDF അല്ലാതെ?